4 പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള റോളാണ്. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതിന് മക്കളുടെ എണ്ണം കൂടുതലാണ്. അതെ, എനിക്കെന്തോ അങ്ങനെ എന്തോ ഒരു 4-5 മക്കളുള്ള അമ്മയായിട്ടാണ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ. ഒരു വരം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ വരം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള അമ്മ കഥാപാത്രം എങ്ങനെയാണ്? കുറച്ച് സ്ട്രിക്റ്റായ അമ്മയാണോ, ഫണ്ണി ആയിട്ടുള്ള അമ്മയാണോ, സ്നേഹനിധിയായ പാവ അമ്മയാണോ? എല്ലാം കൂടി ചേർന്നൊരു അമ്മയാണ് അല്ലേ? എല്ലാ ഷെയ്ഡും ഉണ്ട്. അതാണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു അമ്മ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടൊരു അമ്മയാണ്. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പെരുമാറുന്നതും ഒരു സമയത്ത് സംസാരിക്കുന്ന പോലെ അല്ല അടുത്ത സമയത്ത് കാണുമ്പോൾ സംസാരിക്കുന്നത്. മക്കളുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നും അറിയാൻ പറ്റാത്തൊരു അമ്മ അല്ലേ? അതന്നെ പൊട്ടത്തി അങ്ങനത്തെ ഒരു അമ്മ. അല്ല, അമ്മേനെ കുറിച്ചുള്ള മക്കളുടെ അഭിപ്രായം പറയാം. അതെ, ക്യാരക്ടർ പറഞ്ഞിട്ട് റിയൽ പറഞ്ഞോ സെറ്റിൽ എങ്ങനെയാന്ന്? രണ്ടും പറയാൻ. ആ, എന്റെ അമ്മ, എന്റെ ശരിക്കുള്ള അമ്മ സീതമ്മ ഇങ്ങനെ കൊഞ്ചിക്കത്തില്ല. ഇങ്ങനെ അയ്യോ മോളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ വാരിക്കൊഴുട്ടി അങ്ങനെ സ്നേഹം തരത്തില്ല. അമ്മ ഭയങ്കര ദേഷ്യം. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ദേഷ്യത്തിലൊരു സ്നേഹമുണ്ട്. ചേച്ചി അതുപോലെ അയ്യോ അയ്യോ രേവതി അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ ഷാർപ്പായിരിക്കും. അതിനുള്ളിലൊരു സ്നേഹം ഉണ്ടാവും. ക്യാരക്ടറും അതുപോലെ തന്നെയാണ്. അകത്തും പുറത്തും ഒക്കെ ഒരുപോലെ തന്നെയാണല്ലേ? എന്റെ അച്ഛനും അങ്ങനെയാണ്. അപ്പൊ അച്ഛനെ പറ്റി സംസാരിക്കാം. അച്ഛൻ എങ്ങനത്തെ ഒരച്ഛനാണ് സീരിയലില്? നല്ലൊരു പാവ അച്ഛനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയി, സത്യം പറഞ്ഞ പെട്ടുപോയ അച്ഛനാണ്. 5 പെൺകുട്ടികളുടെ കൂടെ അച്ഛന് പെമ്മക്കളില്ല, അതുകൊണ്ട് പുള്ളി അത് എൻജോയ് ചെയ്യാനുണ്ട്. എന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോയതാ. വന്ന സമയത്ത് ഇത് തുടങ്ങിയ സമയത്ത് പുള്ളി അങ്ങനെ മനസ്സിൽ വിചാരിച്ചോ ഇവരൊക്കെ എന്റെ മക്കളായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. ഇതിന്റെ കാര്യം എങ്ങനെയാണ്? മാഷിക്ക് ശരിക്കും 2 ആൺകുട്ടികളാണ്. മാഷ് പറഞ്ഞു മൂന്നാമതൊന്നായിട്ട് സന്തോഷമാണ്. എന്താ ചേട്ടൻ ദത്തെടുക്കുന്നുണ്ടോ? ഇപ്പൊ മുടിവ് മാറ്റി. ഇതിപ്പോ പുള്ളിക്ക് ഇത് ഷൂട്ട് കഴിഞ്ഞ് പോണം. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയും. ചേട്ടന്റെ ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് ആണ്. ഇത്ര നാളത്തെ സിനിമാ ജീവിതത്തിൽ നിന്ന് മാറി ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് ആണ്. എന്ത് തോന്നുന്നു? സീരിയലിലേക്ക് വരുന്ന പ്രതീക്ഷിച്ചല്ല, സിനിമയിൽ വന്നു. പിന്നെ എൻ്റെ ഒരു സീരിയൽ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ടില്ല. വേറൊരു ചാനലിൽ നിന്ന് സീരിയലിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ താല്പര്യം എടുത്തില്ല. പക്ഷേ ഇതിൽ അപ്സര വിളിച്ചപ്പോൾ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമ കാണുന്നൊരു ഓഡിയൻസ് വേറെയാണ്, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നൊരു ഓഡിയൻസ് വേറെയാണ്. പക്ഷേ വീട്ടിലിരുന്ന് ഈ സീരിയൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആളുകൾ നേരിട്ട് കാണുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നാട്ടിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് നമ്മളെ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരും. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകും, കാസർഗോഡ് ഇടിയപോലെ. ആ നാട്ടിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, തൊഴിലുറപ്പിൻ്റെ സ്ഥലത്തു നിന്നെല്ലാം ആളുകൾ ചോദിക്കുന്നുണ്ട്, സീരിയൽ ഉണ്ടല്ലേ? അപ്പോൾ അവരെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ സിനിമ കാണാൻ പോകാത്ത ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് നമ്മളെ കാണും. വീട്ടിലെ ജോലി ചെയ്യുന്നവർ, പ്രായമായ ആളുകളൊക്കെ കാണും. അതുകൊണ്ട് ഏതായാലും അത്തരം പ്രേക്ഷകരും കൂടെ കാണുമല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് ഇതിൽ. പ്രേക്ഷകരെ എക്സ്പാൻഡ് ആവും സീരിയലിനും കൂടെ. അതെ. ഏതായാലും ഈ സീരിയൽ ഏതായാലും ആളുകൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനല്ല, എല്ലാ സീരിയലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഈ സീരിയൽ കുറച്ചുകൂടി ജനകീയമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് നിഷാ സാരൊക്കെ ഉള്ളൊരു സീരിയലല്ലേ. നിങ്ങൾ തിരിച്ചു പറ ചേട്ടനുള്ള സീരിയൽ. അല്ല, ഇപ്പം ഈ ഗോമതി പ്രിയ അതുപോലെ തന്നെ പ്രബിൻ അവരൊക്കെ ആളുകൾ ഈ സീരിയലിൽ സ്ഥിരമായി കാണുന്ന കക്ഷികളാണ്. പിന്നെ ഇദ്ദേഹം വേറെ സീരിയലിൽ അഭിനയിച്ച കക്ഷിയാണ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഈ തിരുവനന്തപുരത്ത് വന്ന ഇവിടെ പോയാലും കടയുടെ പരസ്യത്തിൽ ഞാൻ ഇതിനിടെ ഒരു ഉദ്ഘാടനത്തിൽ മാത്രമല്ല ചായക്കടയുടെ ഒക്കെ പോകുന്നുണ്ട്, പെട്ടിക്കടയുടെ നല്ല പ്രൊമോഷൻ. ഞാൻ ഈ ഇതെല്ലാം ബോർഡിങ്ങെല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ പരസ്യം വെച്ച്. അപ്പോൾ യമു കാര്യമായിട്ട് അതിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം 8ാം ക്ലാസ്സിലാണ് ഈ സിനിമ, ഇതിൽ സീരിയലിൽ 8ാം ക്ലാസ്സാണ്. അല്ല ശരിക്കും ഞാൻ പറയൂലേ, ശരിക്കും 8ാം ക്ലാസ്സിൽ, ഇതിൽ ശരിക്കും 5ാം ക്ലാസ്സിലാണ്. പക്ഷെ നല്ല പ്രായവും പക്വതയിലൊരു കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത്.